അതിർത്തി ഗ്രാമങ്ങളിലും പാതിവില തട്ടിപ്പ് തകൃതിയാണ്. മറയൂരിലും കാന്തല്ലൂരിലും ആദിവാസികൾ ഉൾപ്പെടെയാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത്. മറയൂരിൽ 41 പേരും കാന്തല്ലൂരിൽ 83 പേരും തട്ടിപ്പിനിരയായി എന്നാണ് ലഭിക്കുന്ന കണക്കുകൾ. പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും തട്ടിപ്പിൽ പെട്ടിട്ടുണ്ട് എന്ന ഉപ്പുതറ പഞ്ചായത്ത് അംഗവും കോർഡിനേറ്ററുമായ ഓമന സോദരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ എന്നുവെച്ചാൽ 2019 സീഡ് സൊസൈറ്റി രൂപീകരിച്ച് അംഗങ്ങളെ ചേർക്കുകയും അതിലൂടെ തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് മുതലായ പദ്ധതികൾ നല്ല രീതിയിൽ 3 വർഷക്കാലം നടപ്പിലാക്കി വന്നിരുന്നു. സ്കൂട്ടി 2ാം ഘട്ടമുണ്ട്, അത് ഇതുവരെ കൊടുത്തിട്ടില്ല. ജൂലൈ 31 തരുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഡിസംബർ 31 പറഞ്ഞു, നാളെ ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ റീഫണ്ടിന് ആൾക്കാർ അപേക്ഷ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് നിരപരാധികളാണ്. സാധാരണക്കാരായ ജനങ്ങൾ പണയം വെച്ചും അതോടൊപ്പം വായ്പ എടുത്തുമൊക്കെയാണ് നമുക്ക് ഈ സ്കൂട്ടിക്കും ഗൃഹോപകരണങ്ങൾക്കൊക്കെ പൈസ തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തിരിച്ചു കിട്ടാനുള്ള എല്ലാ നടപടിയും സീഡ് ഓഫീസ് അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് നടത്തി തരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സന്ദീപ് രാജാക്കാടുണ്ട്. സന്ദീപ്, ഈ അതിർത്തി ഗ്രാമങ്ങളിലെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? വേണു, അതിർത്തി ഗ്രാമങ്ങളിലും തട്ടിപ്പ് വ്യാപകമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്നത് അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കുന്നത് ഈ അതിർത്തി ഗ്രാമങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള തോട്ടം തൊഴിലാളികളെ പോലുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം വിദൂര മേഖലയാണ്, അതിർത്തി ഗ്രാമങ്ങളാണ്. ഈ കാന്തല്ലൂർ, മറയൂർ അടക്കമുള്ള പഞ്ചായത്തുകൾ ഈ അന്നന്നത്തെ വരുമാനം അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന, ഉപജീവനം കണ്ടെത്തുന്ന കുറച്ച് ആളുകളാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെ ധാരാളമായിട്ടുണ്ട്. അവരെയെല്ലാം ഇത്തരത്തിൽ തട്ടിപ്പിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ വാഗ്ദാനങ്ങൾ ആദ്യം നൽകുന്നു, അതിനുശേഷം ആദ്യഘട്ടത്തിൽ ഈ ജൈവ വളങ്ങളൊക്കെ ഇവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുകയും അതുവഴി വിശ്വാസ്യത നേടിയെടുക്കുകയും ചെയ്തായിരുന്നു പിന്നീട് തയ്യൽ മെഷീനുകളും ലാപ്ടോപ്പുകളും ഒക്കെ നൽകാം, അതുപോലെ തന്നെ 2 വീലറുകൾ നൽകാം എന്നുള്ള രീതിയിലേക്ക് മാറുകയും വലിയ രീതിയിൽ തട്ടിപ്പിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇവരിൽ പലരും പലിശയ്ക്ക് പണം കടം വാങ്ങിയാണ് ഈ 60,000 രൂപ അടച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. മാസം തോറും ആ പണം പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വിധം വലിയ പ്രതിസന്ധിയിലേക്ക് അവർ മാറിയിരിക്കുന്നു. ഈ ആളുകൾ മുഴുവനും പ്രൊമോട്ടർമാരെ സമീപിക്കുകയാണ്. പ്രൊമോട്ടർമാരടക്കം ഇതിനകത്ത് കുറ്റക്കാരായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ പ്രൊമോട്ടർമാരെ തേടി ഈ ചേർത്തിരിക്കുന്ന ആളുകൾ കൂടുതലും എത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ കോർഡിനേറ്റർമാരായി 52 പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പഞ്ചായത്തിൽ 5 മുതൽ 10 പേര് തന്നെ പ്രൊമോട്ടർമാരായും പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കും പണം നൽകിയിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് ഇവരോട് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാധാരണക്കാരായ ആളുകൾ തട്ടിപ്പിൽ പെട്ടിരിക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ 1 വർഷക്കാലമായി ഇവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം വ്യക്തമാണ്. പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും കൂടി അവർക്ക് ഇതിന്റെ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അവസ്ഥ. അവരോടാണ് ഈ പണം നൽകിയവരെല്ലാം തന്നെ ഇപ്പോൾ അത് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നത്. സന്ദീപ് രാജാക്കാടാണ് ഇടുക്കിയിലെ അവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്.